നമസ്കാരം, തേജസ് ന്യൂസിലേക്ക് സ്വാഗതം. ലോകത്തിൻ്റെ ഏത് കോണിലെയും മനുഷ്യൻ്റെ ദുഃഖത്തിൽ പങ്കുചേരാൻ ഒരു മലയാളി ഉണ്ടാവും. അയാൾ കേരളക്കരയ്ക്ക് വേണ്ടി അവിടെ ഒരു തുള്ളി കണ്ണുനീർ അർപ്പിക്കും. നമുക്കെല്ലാവർക്കും വേണ്ടി മരിച്ചവരുടെ ആത്മാവിനായി പ്രാർത്ഥിക്കും. ഇതാ വംശവെറിയുടെ തോക്കിന് മുന്നിൽ 49 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ട ന്യൂസിലൻഡിലെ മസ്ജിദിന് മുന്നിൽ നിന്ന് മലപ്പുറം സ്വദേശി ഫൈസൽ കിളിയണ്ണി കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കാഴ്ചകളും വിവരങ്ങളും. അസ്സലാമു അലൈക്കും. ഇവിടെയുള്ള കാഴ്ച നിങ്ങളൊന്ന് കാണണം. ഇന്ന് നേരം പുലർച്ചെ തൊട്ട് ഇവിടെ ന്യൂസിലാൻഡിലെ ആബാലവൃദ്ധ ജനങ്ങളും ഇന്നലെ ഈ നാടിനെ നടുക്കിയ വളരെ ദുഃഖകരമായ ആ സംഭവത്തിൽ ഇവിടുത്തെ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് സോളിഡാരിറ്റി അറിയിച്ചുകൊണ്ട്, അവരോടുള്ള ഐക്യദാർഢ്യം അറിയിച്ചുകൊണ്ട് ഇവിടുത്തെ ന്യൂസിലാൻഡേഴ്സ് അവരവരുടെ സപ്പോർട്ട് അറിയിച്ചുകൊണ്ട് വന്നിട്ടുള്ള ഒരു കാഴ്ചയാണിത്. ഈ ഒരു പ്രയാസത്തിൽ മുസ്ലിം ജനതയോടുള്ള സപ്പോർട്ട് അറിയിക്കാനാണ് ഇവിടെ ഫ്ലവേഴ്സ്, പ്രതീകാത്മകമായി ഫ്ലവേഴ്സ് കൊണ്ടുവന്നിട്ടുള്ളത്. എനിക്ക് മുമ്പിൽ കാണുന്നതാണ് ഇവിടുത്തെ ഹാമിൽട്ടൺ മസ്ജിദാണിത്. ഹാമിൽട്ടൺ മസ്ജിദിന് മുമ്പിലാണ് ഇവരിവിടെ ഈ ഫ്ലവേഴ്സ് അർപ്പിക്കുന്നത്. അതോടൊപ്പം സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്ദേശങ്ങളടങ്ങുന്ന ധാരാളം പോസ്റ്ററുകളും ഇവിടെ കാണാം. ഇന്നലെ പ്രധാനമായിട്ടും ഫേസ്ബുക്കുകൾ നിറഞ്ഞിരുന്ന ഒരു തലവാചകമാണ് ദിസ് ഇസ് നോട്ട് ഹൂ വി ആർ. പക്ഷേ ന്യൂസിലാൻഡ് എന്താണ് എന്ന് കാണണമെങ്കിൽ, ന്യൂസിലാൻഡിലെ ജനങ്ങളുടെ സ്നേഹം അറിയണമെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ വിവിധ കമ്മ്യൂണിറ്റികൾക്ക് ലഭിക്കുന്ന സപ്പോർട്ട്, അത് നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കും. ഈ ഒരു കാഴ്ചയാണ് ഇന്ന് ന്യൂസിലാൻഡിലെ എല്ലാ സിറ്റിയിലും ഇന്ന് ഇതേ ഒരു കാഴ്ചയാണ്. എല്ലാ മസ്ജിദുകൾക്ക് മുമ്പിലും ഈ ഒരു കാഴ്ചയാണ് കാണുന്നത്. ഇവിടെ പ്രയാസം അനുഭവിക്കുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയുള്ള ഒരു സോളിഡാരിറ്റിയും സപ്പോർട്ടുമാണ് ത്രൂ ഔട്ട് ന്യൂസിലാൻഡ് ഇന്ന് കാണുന്നത്. അതോടൊപ്പം നമ്മുടെ നാട്ടിൽ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട ചില കാര്യങ്ങൾ. ഈ ഒരു പ്രശ്നത്തിൻ്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസം നമ്മുടെ നാട്ടിൽ ഇവിടെ ചില ഭാഗത്ത് പള്ളികൾ ഈ പ്രശ്നമുണ്ടായപ്പോൾ റോഡുകളിൽ വെച്ച് നമസ്കരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഫേക്കായിട്ടുള്ള ഒരുപാട് ഫോട്ടോകൾ പ്രചരിക്കുന്നുണ്ട്. അതൊക്കെ തെറ്റാണ്. ഇവിടെ ഒരു സുരക്ഷയുടെ ഭാഗമായി തൽക്കാലത്തേക്ക് 2 ദിവസത്തേക്ക് ആരും പള്ളിയിൽ പോകണ്ട എന്നുള്ളൊരു തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. പോലീസ് നബിസ്ലാം റഹ്മത്തുള്ളാഹി ഒരു കൺസേൺ കിട്ടുന്നത് വരെ തൽക്കാലം ഇവിടുന്ന് നമ്മൾ മാറി നിൽക്കാനാണ് തീരുമാനമുള്ളത്. അപ്പോൾ ഇവിടെ കാര്യങ്ങൾ വളരെയധികം കൺട്രോളിലാണ്, ഒരു പ്രശ്നമില്ല എന്നറിയിക്കാൻ ഞാൻ അവസരം വിനിയോഗിക്കുകയാണ്.